Okay. All of you mark your attendance. അപ്പൊ നമുക്ക് 7th ലെസൺ ഒന്നുകൂടി വായിക്കാം കേട്ടോ, ശ്രദ്ധിക്കുക. പ്രസംഗം ഒരു കല തന്നെ. പ്രസംഗം അറിയാലോ നിങ്ങൾക്ക്, സ്പീച്ച് അല്ലേ? എന്താണ് പ്രസംഗം? പ്രസംഗിക്കാറുണ്ടോ എല്ലാവരും? ഒരിക്കലേ പ്രസംഗിച്ചിട്ട്? അതെ അല്ലെ? ഓക്കെ. അപ്പൊ പ്രസംഗം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. അത് ഒരു കല തന്നെ എന്നാണ് പറഞ്ഞത് അല്ലെ? ഒരു ആർട്ടാണ്, കലയാണ്. അപ്പൊ നമുക്ക് നോക്കാം. അത് ഒരു പ്രത്യേക കഴിവുള്ളവർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്നതാണ് അല്ലെ? സഭാകമ്പം ഉണ്ടാവാൻ പാടില്ല, നല്ല സ്മാർട്ട് ആയിരിക്കണം അല്ലെ? നല്ല ബോൾഡ് ആയിരിക്കണം. അപ്പൊ ശ്രീദേവിനെ പോലെ ബോൾഡ് ആയിരിക്കണം. എന്നെ പോലെ അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ. ബോൾഡും ആയിരിക്കണം. അതുപോലെ നമുക്ക് ആ ഒരു സബ്ജക്റ്റിൽ കുറച്ച് അറിവും ഉണ്ടാവണം അല്ലെ? എന്നതിലേ നമുക്ക് പ്രസംഗിക്കാൻ പറ്റും. നമുക്ക് നോക്കാം എന്താണ്. നല്ലവരായ റോമാക്കാരെ വേണ്ട ഇതല്ലേ? കുഴപ്പമില്ല മിസ്സേ, ചെവിയിലോട്ടുണ്ടായിക്കോട്ടെ. നല്ലവരായ റോമാക്കാരെ, മഹാനായ ബ്രൂട്ടസ് നിങ്ങളോട് പറഞ്ഞു, സീസർ അധികാരമോഹിയായിരുന്നു. എന്നാൽ ഒന്ന് ചോദിക്കട്ടെ, ഈ ഞാൻ തന്നെ സീസറെ 3 വട്ടം കിരീടമണിയിക്കാൻ ശ്രമിച്ചത് നിങ്ങൾ കണ്ടതാണല്ലോ. 3 തവണയും അദ്ദേഹം അത് നിരസിച്ചു. അതാണോ അധികാരമോഹം? സുഹൃത്തുക്കളെ, അദ്ദേഹം നിങ്ങളെ സ്നേഹിച്ചു, മനസ്സ് തുറന്ന് സ്നേഹിച്ചു. നിങ്ങളും ഒരിക്കൽ ആ സ്നേഹം തിരിച്ചു നൽകി. വേണ്ട, ഞാൻ അദ്ദേഹത്തിന്റെ സ്നേഹത്തെ കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല. അത് സീസറെ കൊന്ന മഹാന്മാരോട് ചെയ്ത തെറ്റായി തീരും. മഹാനായ ജൂലിയസ് സീസറുടെ മൃതദേഹത്തിനടുത്ത് നിന്ന് മാർക്ക് ആന്റണി ചെയ്ത പ്രസംഗമാണിത്. അതുവരെ സീസറോടുള്ള പകയായിരുന്നു ജനങ്ങളുടെ മനസ്സു നിറയെ. സീസറിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, കഴിഞ്ഞ 7th ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ഒരു പാഠം. ഓർമ്മയുണ്ടോ? ഏതാണെന്ന് പറയാൻ പറ്റുമോ? സീസറിന്റെ കാര്യം, നമ്മളെ ക്ലിയോപാട്ര മഹാറാണിയെ പറ്റിയൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? അപ്പൊ ക്ലിയോപാട്രയെ പറ്റി പറഞ്ഞപ്പോ മാത്രമാണ് നിങ്ങൾക്കത് മനസ്സിലായത് അല്ലേ? അപ്പൊ നമുക്ക് ഒന്നുകൂടി അത് വായിക്കാം. നല്ലവരായ റോമാക്കാരെ, മഹാനായ ബ്രൂട്ടസ് നിങ്ങളോട് പറഞ്ഞു. എന്താ പറയാ? സീസർ അധികാരമോഹിയായിരുന്നു. എന്താ ഈ അധികാരമോഹി? ചിലവരുണ്ട് അല്ലെ, അധികാര പദവിയിലിരിക്കാൻ മോഹമുള്ളവര്, താല്പര്യമുള്ളവര് അല്ലെ? എന്താ പറഞ്ഞേ? സീസർ അധികാരമോഹിയായിരുന്നു അല്ലെ? എന്താണ് അധികാരമോഹി എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. എന്നാൽ ഒന്ന് ചോദിക്കട്ടെ, ഈ ഞാൻ തന്നെ സീസറെ 3 വട്ടം കിരീടമണിക്കാൻ ശ്രമിച്ചത് നിങ്ങൾ കണ്ടതാണല്ലോ. 3 തവണയും അദ്ദേഹം അത് നിരസിച്ചു. അതാണോ അധികാരമോഹം? ആണോ? നിങ്ങളിത് പഠിപ്പിച്ചല്ലേ ടീച്ചറെ? 3 തവണയും അദ്ദേഹം നിരസിക്കും. അങ്ങനെയാണെങ്കിലേ അധികാരമുള്ളവരെന്ത് ചെയ്യും? അധികാരമോഹം ഉള്ളവരെന്താ ചെയ്യാ? നിരസിക്കാനൊന്നും നിൽക്കില്ല അല്ലെ? വേഗം നിൽക്കൂലേ? ഇതാണോ അധികാരമോഹം? സുഹൃത്തുക്കളെ, അദ്ദേഹം നിങ്ങളെ സ്നേഹിച്ചു, മനസ്സ് തുറന്ന് സ്നേഹിച്ചു. നിങ്ങളും ഒരിക്കൽ ആ സ്നേഹം തിരിച്ചു നൽകി. വേണ്ട, ഞാൻ അദ്ദേഹത്തിന്റെ സ്നേഹത്തെ കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല. അത് സീസറെ കൊന്ന മഹാന്മാരോട് ചെയ്യുന്ന തെറ്റായി തീരും. മഹാനായ ജൂലിയസ് സീസറുടെ മൃതദേഹത്തിനടുത്ത് നിന്ന് മാർക്ക് ആന്റണി ചെയ്ത പ്രസംഗമാണിത് അല്ലെ? മരിച്ചു കഴിഞ്ഞിട്ട് മൃതദേഹത്തിനടുത്ത് നിന്ന് പറഞ്ഞതാണ്. അതെല്ലാരും അങ്ങനെയാണ് അല്ലെ? നമ്മളെല്ലാരും ജീവിച്ചിരിക്കുമ്പോ ആരും സ്നേഹിക്കൂല. അല്പം മരിക്കുമ്പോ എന്ത് ചെയ്യും? ഓടി വരും എല്ലാവരും. അതുവരെ സീസറോടുള്ള പകയായിരുന്നു ജനങ്ങളുടെ മനസ്സ് നിറയെ. പക്ഷേ ആന്റണിയുടെ പ്രസംഗം അവരെ ഇളക്കി മറിച്ചു. സീസർ മഹാനാണ് എന്നാർത്ത് വിളിച്ചുകൊണ്ട് അവർ ബ്രൂട്ടസിനെയും കൂട്ടുകാരെയും പിടിക്കാൻ പറഞ്ഞു അല്ലെ? സീസർ മഹാനാണെന്ന് പ്രസംഗം കേട്ടപ്പോഴാണ് മനസ്സിലായത്. പ്രസംഗത്തിന്റെ മാസ്മര ശക്തിക്ക് അടിമപ്പെടാത്ത മനുഷ്യരില്ല. എത്രയെത്ര പ്രസംഗങ്ങളാണ് നാം നിത്യവും കേൾക്കുന്നത്. നിത്യവും എന്താ അർത്ഥം? കേൾക്കുന്നത്. നിത്യവും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എല്ലാ ദിവസവും. വാർഷിക യോഗം, ഉദ്ഘാടനം, തെരഞ്ഞെടുപ്പ്, ലോട്ടറി വിൽപ്പന, ചരമം, എന്തിന് വിവാഹത്തിന് പോലും പ്രസംഗമില്ലാതെ പറ്റില്ല. ആടിനെ പട്ടിയാക്കാനും എലിയെ പുലിയാക്കാനും പ്രസംഗം കൊണ്ട് കഴിയും.
അല്ലെ? ഒരാള് പ്രസംഗിച്ചിട്ട് അത് ശരിയാണെന്ന് വരുത്തി തീർക്കും. അതെങ്ങനെയാ? ഒരു നല്ലൊരു പ്രാസംഗികന് മാത്രമേ അത് സാധിക്കൂ. അതാ പറഞ്ഞത്, ബോൾഡായ മാത്രം പോരാ, പ്രസംഗത്തില് നമുക്ക് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നമുക്ക് അതിയായ പാണ്ഡിത്യം ഉണ്ടായിരിക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അത് പറഞ്ഞ് അത് ശരിയാണെന്ന് വരുത്തി തീർക്കാൻ പറ്റും അല്ലെ? അതാണ് പറഞ്ഞത്. എന്ത് തെറ്റാണെങ്കിൽ പോലും എന്ത് ചെയ്യാൻ പറ്റും? അത് അതാ പറഞ്ഞ, ആടിനെ പുലിയാക്കാനും അല്ലെ? ആരെ എന്താ പറഞ്ഞ? ആടിനെ പട്ടിയാക്കാനും എലിയെ പുലിയാക്കാനും പ്രസംഗം കൊണ്ട് കഴിയുന്ന പറഞ്ഞ എന്താ? എത്ര പ്രസംഗം നല്ലൊരു പ്രാസംഗികനാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് ഈ പറഞ്ഞതിന് മനസ്സിലാക്കാൻ പറ്റും നമുക്ക്. ആടിനെ പട്ടിയാക്കാനും പിന്നെന്താ പറഞ്ഞേ? എലിയെ പുലിയ. എലിയാരാ? എലിയും പുലിയും തമ്മിൽ എത്ര അന്തരമുണ്ട്? എലിയെ പുലിയാക്കാനും പറ്റും. എങ്ങനെയാണെങ്കിൽ നല്ലൊരു പ്രാസംഗികനാണെങ്കിൽ, പ്രസംഗിക്കുന്ന ആള് നല്ല ആളാണെങ്കിൽ പറ്റുന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് ശരിയായിരിക്കണം എന്നില്ല എന്നാണ് അർത്ഥം. ഇനി പ്രസംഗ രംഗത്ത് പല അധികായന്മാരെയും സംഭാവന ചെയ്തിട്ടുള്ള നാടാണ് നമ്മുടെ കേരളം. കേന്ദ്രമന്ത്രിയായിരുന്ന VK കൃഷ്ണമേനോൻ ഒരിക്കൽ ഐക്യരാഷ്ട്രസഭയിൽ ഉജ്ജ്വലമായ ഒരു പ്രസംഗം നടത്തി. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി തർക്കമായിരുന്നു വിഷയം. 8 മണിക്കൂറിലധികം നീണ്ടുനിന്ന ആ വാഗ്ധോരണി സഭയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും നല്ല പ്രഭാഷണമായിരുന്നു അല്ലേ? അപ്പൊ പ്രസംഗിക്കാൻ ചിലവർക്ക് നല്ല അധ്യായം നമുക്ക് കേട്ടിരിക്കാൻ തോന്നും. ചിലവരുടെ പ്രസംഗം നിങ്ങളുടെ മിസ്സിന് കാണുന്നില്ല. ചിലവരുടെ ഇവരെ 3 പേരെ ഇതിലേക്ക് നോക്കാതിരിക്കാനും പറ്റില്ല. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞേ? പ്രസംഗ രംഗത്ത് പല അധികായന്മാരെയും, എന്താ ഈ അധികായന്മാര് എന്ന് പറഞ്ഞാല്? ഇങ്ങനെ എന്താ ഇതിൽ അർത്ഥം പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾക്ക്? മഹാപുരുഷന്മാർ. ഓക്കെ, അധികായന്മാർ, മഹാപുരുഷന്മാർ. അപ്പൊ അധികായന്മാരെയും സംഭാവന ചെയ്തിട്ടുള്ള നാടാണ് ഏത്? കേരളം. പ്രസംഗ രംഗത്ത് പല അധികായന്മാരെയും സംഭാവന ചെയ്തിട്ടുള്ള നാടാണ് നമ്മുടെ കേരളം. കേന്ദ്രമന്ത്രിയായിരുന്ന VK കൃഷ്ണമേനോൻ ഒരിക്കൽ ഐക്യരാഷ്ട്രസഭയിൽ ഉജ്ജ്വലമായ ഒരു പ്രസംഗം നടത്തി. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി തർക്കമായിരുന്നു വിഷയം. 8 മണിക്കൂറിലധികം നീണ്ടുനിന്ന ആ വാഗ്ധോരണി സഭയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും നല്ല പ്രഭാഷണമായിരുന്നു. എന്താ അർത്ഥം? പ്രഭാഷണം എന്താ അർത്ഥം? പ്രസംഗം. പ്രഭാഷണവും പ്രസംഗവും എല്ലാം ഒന്നാണ് കേട്ടോ. വായിക്കാൻ പറ്റുന്നുണ്ടോ? വായിച്ചോ? എത്ര വരെ വായിക്കാൻ പഠിച്ചോ? പ്രധാനമന്ത്രിയും പ്രസിഡന്റും ഒക്കെ ചില വേളകളിൽ പ്രസംഗിക്കുമ്പോൾ അത് പരിഭാഷപ്പെടുത്താൻ ചിലരുണ്ടാവും. പലപ്പോഴും പരിഭാഷ പ്രസംഗത്തിന്റെ ഭംഗി തന്നെ നശിപ്പിക്കാറുണ്ട്. എന്നാൽ അപൂർവം ചിലപ്പോൾ പ്രസംഗത്തെക്കാൾ നന്നായിട്ടുമുണ്ട്. ഒരിക്കൽ ജവഹർലാൽ നെഹ്റു കേരളത്തിൽ വന്ന സമയം കൊച്ചിയിൽ അദ്ദേഹം ഒരു യോഗത്തിൽ പ്രസംഗിക്കുകയാണ്. പ്രസിദ്ധ ഇംഗ്ലീഷ് കവി കോളറിഡ്ജിന്റെ ഒരു കവിതാശകലം നെഹ്റു ഉദ്ധരിച്ചു. അല്ലെ? ചില ഭാഷ മറ്റുള്ളവർക്ക് മനസ്സിലാവാതിരിക്കുമ്പോ എന്ത് ചെയ്യും? അത് പരിഭാഷപ്പെടുത്തി കൊടുക്കും. ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന ഒരാൾക്ക് മലയാളത്തിലേക്ക് പരിഭാഷ കൊടുക്കും. ഇനിയിപ്പോ ഹിന്ദി നരേന്ദ്രമോദിയിലെ പ്രസംഗിക്കുമ്പോ ഏത് ഭാഷയിലായിരിക്കും? മലയാളത്തിലേക്കാവും. ഹിന്ദിയിലായിരിക്കും അല്ലെ? അപ്പൊ അതെന്ത് ചെയ്യും? മലയാളത്തിലേക്ക് വരും കൊടുക്കും, അല്ലെങ്കിൽ മലയാളം. പക്ഷെ അതെന്ത് ചെയ്യും? ആ പ്രസംഗത്തിന്റെ എന്ത് നശിപ്പിക്കുന്ന പറഞ്ഞ ഇവിടെ? പരിഭാഷ പ്രസംഗത്തിന്റെ ഭംഗി തന്നെ നശിപ്പിക്കാറുണ്ട് അല്ലെ? വേറൊരാള് പറയുമ്പോ നമുക്ക് അത്ര ഒരു സുഖം തോന്നില്ല. അവരവരെ വായിന്ന് തന്നെ കേൾക്കണം അല്ലെ? എന്നാൽ അപൂർവം ചിലപ്പോൾ പ്രസംഗത്തെക്കാൾ നന്നായിട്ടുമുണ്ട്. അപ്പൊ ചിലവരെന്ത് ചെയ്യും? ചിലവര് അതിന്റെ പരിഭാഷപ്പെടുത്തി കൊടുക്കുമ്പോ അതായിരിക്കും ബെറ്റർ അല്ലെ? അതാ പറഞ്ഞ അപൂർവം ചിലപ്പോൾ എന്തുണ്ടാവും? പ്രസംഗത്തെക്കാൾ നന്നായിട്ടുമുണ്ട്. ഒരിക്കൽ ജവഹർലാൽ നെഹ്റു കേരളത്തിൽ വന്ന സമയം കൊച്ചിയിൽ അദ്ദേഹം ഒരു യോഗത്തിൽ പ്രസംഗിക്കുകയാണ്. പ്രസിദ്ധ ഇംഗ്ലീഷ് കവി കോളറിഡ്ജിന്റെ ഒരു കവിതാശകലം നെഹ്റു ഉദ്ധരിച്ചു. അപ്പൊ എന്തായി? അതായിരുന്നു അതിലും ബെറ്റർ ആയി തോന്നിയതെന്ന് അർത്ഥം. എന്താ പറയുന്നേ? വാട്ടർ എവരിവർ ബട്ട് നോട്ട് എ ഡ്രോപ്പ് ടു ഡ്രിങ്ക്. എന്താ അർത്ഥം? നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. വാട്ടർ എവരിവർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വെള്ളമാണ് എല്ലായിടത്തും, ബട്ട് നോട്ട് എ ഡ്രോപ്പ് ടു ഡ്രിങ്ക്. വെള്ളപ്പൊക്കത്തിൽ എന്താ ഉണ്ടാവുക? നമുക്ക് കുടിക്കാൻ പോലും വെള്ളം
എന്താണ് സർവത്ര സർവത്ര തുള്ളി കുടിക്കാനില്ലത്രേ. അങ്ങനെ മലയാളത്തിൽ ഒരു പഴഞ്ചൊല്ലുണ്ട്. മറ്റേ കുഞ്ഞുണ്ണി ആ മലയാളത്തിലും ഉണ്ട് അങ്ങനെ ഒരു പഴഞ്ചൊല്ലുണ്ട്. വെള്ളം വെള്ളം സർവത്ര തുള്ളി കുടിക്കാനില്ലത്രേ. അത് തന്നെയാണ് ഇവിടെ വാട്ടർ വാട്ടർ എവരിവർ ബട്ട് നോട്ട് എ ഡ്രോപ്പ് ടു ഡ്രിങ്ക്. വെള്ളം വെള്ളം സർവത്ര. അപ്പോ എന്താണ് നമുക്ക് അങ്ങനെ ഉണ്ടാവുക? ഒരു വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? വെള്ളം ഉണ്ടാവും നമ്മുടെ ചുറ്റും. പക്ഷെ നമുക്ക് കുടിക്കാൻ ഉണ്ടാവുക? ആ വെള്ളം കുടിക്കാൻ പറ്റുമോ? അഴുക്ക് ജലമായിരിക്കും. അപ്പൊ അത് കുടിക്കാൻ പറ്റില്ല. അതേ അവസ്ഥയാണെന്നാണ് പറഞ്ഞത്. ഉടനെ പരിഭാഷ വന്നു. എന്ത്? വെള്ളം വെള്ളം സർവത്ര തുള്ളി കുടിക്കാൻ ഇല്ലത്രേ. ഇംഗ്ലീഷിന്റെ പരിഭാഷ വന്നു. നെഹ്റുവിന്റെ ഇംഗ്ലീഷ് പ്രസംഗം കേട്ട് മിണ്ടാതിരുന്ന കേൾവിക്കാർ ഈ പരിഭാഷ കേട്ടതോടെ കരഘോഷം മുഴക്കി. അല്ലേ? അപ്പൊ ആദ്യത്തെ പറയുമ്പോ ആർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല. രണ്ടാമത് അത് മലയാളത്തിൽ പറയുമ്പോ എന്തായി? കേൾവിക്കാർക്ക് ഈ പരിഭാഷ കേട്ടതോടെ കരഘോഷം മുഴങ്ങി. പറയുമ്പോ കരഘോഷം എന്ന് പറഞ്ഞാൽ എന്താ? ജനങ്ങള് ആർപ്പുവിളിയായിട്ട്. നെഹ്റു ആകെ അമ്പരന്നു. കാര്യം മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം പരിഭാഷകനെ അഭിനന്ദിക്കുകയും ചെയ്തു. അല്ലെ? കാര്യം മനസ്സിലായപ്പോൾ അഭിനന്ദിച്ചു. ചരിത്രത്തിലെ ഏറ്റവും ചെറിയ പ്രസംഗമായി കണക്കാക്കപ്പെടുന്നത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന വിൻസ്റ്റൺ ചർച്ചിലിന്റെ ഒരു പ്രസംഗമാണ്. ബ്രിട്ടീഷ് പാർലമെന്റിൽ ആയിരക്കണക്കിന് പ്രസംഗങ്ങൾ കൊണ്ട് ലോകത്തിന്റെ ഭാഗധേയം തന്നെ മാറ്റിമറിച്ച മഹാനായ ചർച്ചിലിന്റെ സഭയിൽ നിന്നുള്ള അവസാനത്തെ പ്രസംഗമായിരുന്നു അത്. ആ നേതാവിന്റെ അവസാനത്തെ വിടവാങ്ങൽ പ്രസംഗം കേൾക്കാൻ കേൾവിക്കാർ കാതുകൂർപ്പിച്ചിരുന്നു. ചർച്ചിൽ എഴുന്നേറ്റ് നീണ്ടു പ്രസംഗങ്ങൾ നടത്തിയിട്ടുള്ള ആ ചുണ്ടിൽ നിന്ന് 3 വാക്കുകൾ പുറത്തു വന്നു. എന്താ വന്നത്? ഐ താങ്ക് യു. പ്രസംഗം അവസാനിച്ചു. ചർച്ചിൽ തന്റെ സീറ്റിൽ പോയി ഇരുന്നു. അല്ലെ? എന്താ പറഞ്ഞ ആകെ ചർച്ചില്? ഐ താങ്ക് യു. പ്രസംഗം അവസാനിച്ചു. ചർച്ചിൽ തന്റെ സീറ്റിൽ പോയിരുന്നു. അപ്പൊ ചരിത്രത്തിലെ ഏറ്റവും ചെറിയ പ്രസംഗമായിട്ട് കണക്കാക്കപ്പെടുന്ന ഏതാണെന്നാ പറഞ്ഞത്? ബ്രിട്ടീഷ് വിൻസ്റ്റൺ ചർച്ചിൽ ആയിരുന്ന വിൻസ്റ്റൺ ചർച്ചിലിന്റെ പ്രസംഗം. അല്ലെ? ബ്രിട്ടീഷ് പാർലമെന്റിൽ ആയിരക്കണക്കിന് പ്രസംഗങ്ങൾ കൊണ്ട് ലോകത്തിന്റെ ഭാഗതയും തന്നെ മാറ്റിമറിച്ച മഹാനായ ചർച്ചിലിന്റെ സഭയിൽ നിന്നുള്ള അവസാനത്തെ പ്രസംഗമായിരുന്നു അത്. ആ നേതാവിന്റെ അവസാനത്തെ വിടവാങ്ങൽ പ്രസംഗം കേൾക്കാൻ കേൾവിക്കാർ കാതുകൂർപ്പിച്ചിരുന്നു. ചർച്ചിൽ എഴുന്നേറ്റു നീണ്ട പ്രസംഗങ്ങൾ നടത്തിയിട്ടുള്ള ആ ചുണ്ടിൽ നിന്ന് എന്താ വന്നത്? 3 വാക്കുകൾ പുറത്തു വന്നു. എന്താ വന്നേ? ഐ താങ്ക് യു. പ്രസംഗം അവസാനിച്ചു. ചർച്ചിൽ തന്റെ സീറ്റിൽ പോയി ഇരുന്നു. ഇത്രയും മതി മക്കളെ. ഒന്ന് വായിച്ച് നിങ്ങൾ വായിക്കാൻ പഠിച്ചിട്ടുണ്ടാവും. എന്ത് മിസ് പഠിപ്പിച്ചുകൊണ്ട് അല്ലേ? ഇതന്നെ പണിയല്ലേ? പക്ഷെ പാടാൻ കഴിയൂല. വായിച്ചോ. ഈ വർഷം മുഴുവൻ കിരീടമണിയാൻ ശ്രദ്ധിച്ചത് നിങ്ങൾ ഇതാണോ അധികാരം? സുഹൃത്തുക്കളെ, അദ്ദേഹം നിങ്ങളെ സ്നേഹിച്ചു, മനസ്സ് തുറന്ന് സ്നേഹിച്ചു. നിങ്ങളും ഒരിക്കൽ ആ സ്നേഹം തിരിച്ചു നൽകി. വേണ്ട, ഞാൻ അദ്ദേഹത്തിന്റെ സ്നേഹത്തെ കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല. അത് സീസറിനെ കൊന്ന മഹാന്മാരോട് ചെയ്യുന്ന തെറ്റായി തീരും. മഹാനായ ജൂലിയസ് സീസറുടെ അതുവരെ സീസറോടുള്ള പകയായിരുന്നു ജനങ്ങളുടെ മനസ്സ് നിറയെ. പക്ഷെ ആന്റണിയുടെ പ്രസംഗം അവരെ ഇളക്കി മറിച്ചു. സീസർ മഹാനാണ് എന്നാർത്തു വിളിച്ചുകൊണ്ട് അവർ ബ്രൂട്ടസിനെയും കൂട്ടുകാരെയും പിടിക്കാൻ പാഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് ഇതിന് മനസ്സിലായോ? എന്ത്? മഹാനായ ജൂലിയസ് സീസറുടെ മൃതദേഹത്തിന് മാർക്കാന്റണി ചെയ്ത പ്രസംഗമാണിത് അല്ലെ? ആ പ്രസംഗത്തോടു കൂടി ആര് നല്ലവനാക്കി? ആരാണെന്നതിന് അതില് ഏറ്റവും മാർക്കാന്റണിയുടെ പ്രസംഗമായിരുന്നു ബെറ്റർ അല്ലെ? അതുകൊണ്ടല്ലേ സീസർ നമ്മളെ മനസ്സിലുണ്ടായിരുന്ന ദുഷ്ട കഥാപാത്രം ഒരു ദിവസം കൊണ്ട് എങ്ങനെയായി നല്ല കഥാപാത്രം? എന്തുകൊണ്ടാ? ആ പ്രാസംഗികന്റെ കഴിവാണല്ലേ അത്. അതാ പറഞ്ഞ ആടിനെ പട്ടിയാക്കുന്നതും മനസ്സിലായില്ലേ? പ്രസംഗത്തിന്റെ മാസ്മര ശക്തിക്ക് അടിമപ്പെടാതെ മനുഷ്യരില്ല. നാം നിത്യവും കേൾക്കുന്നത്. മാനസിക രോഗം, ഉദ്ഘാടനം, തെരഞ്ഞെടുപ്പ്, ലോട്ടറി വിൽപ്പന, ചരമം, എന്തിന് വിവാഹത്തിന് പോലും
ഇല്ലാതെ പറ്റുകയില്ല. പറ്റുകില്ല. ആടിനെ പട്ടിയാക്കാനും ശ്രദ്ധിക്കണേ മക്കളെ, വായിക്കണം. പ്രസംഗം കൊണ്ട് കഴിയും. വായിക്കുമ്പോ നോക്കിയിരിക്കണേ, വായിച്ചോ, മനസ്സിൽ വായിച്ചോ. പ്രസംഗ രംഗത്ത്, പ്രസംഗത്തിന്റെ രംഗത്ത് പല അധികാരിമാരുടെയും സംഭാവന ചെയ്തിട്ടുള്ള നാടാണ് നമ്മുടെ കേരളം. കേന്ദ്രമന്ത്രിയായിരുന്ന DK കൃഷ്ണമേനോൻ ഒരിക്കൽ ഐക്യരാഷ്ട്രസഭയിൽ വിശദമായ ഒരു പ്രസംഗം നടത്തി. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി 8 മണിക്കൂറിലധികം നീണ്ടുനിന്ന വാഗ്ദോരണി എന്താ, വാക്കിൽ നിന്ന് വരുന്ന പ്രസംഗം. സഭയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും നല്ല പ്രഭാഷണമായിരുന്നു. പ്രഭാഷണം എന്ന് പറഞ്ഞാൽ പ്രസംഗം കേട്ടോ. പ്രധാനമന്ത്രി പ്രസിഡന്റുമൊക്കെ വേളകളിൽ ചില വേള പറഞ്ഞ എന്താ അർത്ഥം, സമയത്തിന് പ്രസംഗിക്കുമ്പോൾ അത് പരിഭാഷപ്പെടുത്തുക. എന്താ അർത്ഥം പരിഭാഷ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം മക്കളെ? വിവർത്തനം. വിവർത്തനം, മറ്റൊരു ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യുന്നതിനാണ് എന്ത് പറയാ, പരിഭാഷ എന്ന് പറയുക. പലപ്പോഴും പ്രസംഗത്തിന്റെ ഭംഗി തന്നെ നശിപ്പിക്കാറുണ്ട്. എന്നാൽ അപൂർവം ചിലപ്പോൾ പ്രസംഗത്തെക്കാൾ നന്നായിട്ടുമുണ്ട്. ഒരിക്കൽ ജവഹർലാൽ നെഹ്റു കേരളത്തിൽ വന്ന സമയം കൊച്ചിയിൽ അദ്ദേഹം ഒരു യോഗത്തിൽ പ്രസംഗിക്കുകയാണ്. പ്രസിദ്ധ ഇംഗ്ലീഷ് കോളറിഡ്ജിന്റെ ഒരു കവിത ശകലം നെഹ്റു ഇനി ശ്രീദേവ് വായിക്കട്ടെ. വാട്ടർ വായിക്കണ ഉടനെ പരിഭാഷ വന്നു. വെള്ളം സർവത്ര തുള്ളി കുടിക്കാനില്ലത്രേ. ഓക്കെ, ഇനി വായിച്ചോ ശ്രീദേവ്. ഇത് ബാക്കിയോ? നെഹ്റുവിന്റെ ഇംഗ്ലീഷ് പ്രസംഗം കേട്ട് മിണ്ടാതിരുന്ന കേൾവിക്കാർ ഈ പരിഭാഷ കേട്ടതോടെ കരഘോഷം മുഴക്കും. നെഹ്റു ആകെ അമ്പരന്നു. കാര്യം മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം പരിഭാഷകനെ അഭിനന്ദിക്കുകയും ചെയ്തു. ചരിത്രത്തിലെ ഏറ്റവും ചെറിയ പ്രസംഗമായി കണക്കപ്പെടുന്നത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന വിൻസ്റ്റൺ ചർച്ചിലിന്റെ ഒരു പ്രസംഗമാണ്. ബ്രിട്ടീഷ് ആയിരക്കണക്കിന് പ്രസംഗങ്ങൾ കൊണ്ട് ലോകത്തിന്റെ വിധി തന്നെ മാറ്റിമറിച്ച മഹാനായ ചർച്ചിലിന്റെ സഭയിൽ നിന്നുള്ള അവസാനത്തെ പ്രസംഗമായിരുന്നു അത്. ആ നേതാവിന്റെ അവസാനത്തെ വിടവാങ്ങൽ പ്രസംഗം കേൾക്കാൻ കേൾവിക്കാർ കാതുകൂർപ്പിച്ചിരുന്നു. ചർച്ചിൽ എഴുന്നേറ്റ് നീണ്ട് പ്രസംഗങ്ങൾ നടത്തിയിട്ടുള്ള ആ ചുണ്ടിൽ 3 വാക്കുകൾ പറഞ്ഞു എന്ന് താങ്ക് യു. പ്രസംഗം അവസാനിച്ചു. ചർച്ചിലിന്റെ തന്റെ സീറ്റിൽ പോയി ഇരുന്നു. അത്രേ നമ്മൾ പഠിച്ചുള്ളൂ അല്ലെ? ഇന്ന് മുഴുവൻ പഠിപ്പിച്ചോ ടീച്ചർ? ഇല്ല. അപ്പൊ ഒന്നുകൂടി അലൻ വായിച്ചോ, ഫസ്റ്റ് മുതല് വായിക്കാൻ നല്ല വൃത്തി പഠിച്ചു. നിങ്ങള് ഒന്നുകൂടി പഠിക്കേണ്ടി വരും. ആയിരുന്നില്ല. എന്നാൽ ഒന്ന് ചോദിക്കട്ടെ, ഞാൻ തന്നെ സീസറിനെ 3 വട്ടം ശ്രമിച്ചത് നിങ്ങൾ കണ്ടതല്ലേ? അവനെയും അദ്ദേഹം വിമർശിച്ചു. അതാണ് അധികാരം. ഒരിക്കൽ ആ സ്നേഹം തിരിച്ചു നൽകി. ഞാൻ അദ്ദേഹത്തെ സ്നേഹത്തെ കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല. അത് സീസറെ കൊന്ന മഹാത്മാവിനെ ചെയ്ത തെറ്റായി. മഹാനായ ജൂലിയസ് സീസറുടെ അടുത്തു നിന്ന് മാർക്കാന്റണി ചെയ്ത
പ്രസംഗമാണ് ഇത്. ഉം. അതുവരെ ഓടുള്ള പകയായിരുന്നു ജനങ്ങളിൽ മനസ്സിലായി. പക്ഷെ ആന്റണിയുടെ പ്രസംഗം അവരെ ഇളക്കി മറിച്ചു. സീസർ മഹാനാണ് എന്ന് ആർത്തി വിളിച്ചുകൊണ്ട് അവർ ബ്രൂട്ടസിനെയും കൂട്ടുകാരെ പിടിക്കാൻ പാഞ്ഞു. പ്രസംഗത്തിന്റെ മാസ്മര ശക്തിക്ക് എന്ത് ഈ മാസ്മര ശക്തി അത്ഭുത ശക്തി അല്ലേ മാസ്മര ശക്തി എന്ന് പറഞ്ഞ കഴിവ്. അടിമപ്പെട്ടാത്ത മനുഷ്യരില്ല. എത്ര പ്രസംഗങ്ങളാണ് നാം ഉദ്യോഗം, വാർഷിക യോഗം, ഉദ്ഘാടനം, തിരഞ്ഞെടുപ്പ്, നോട്ട് വിൽപ്പന, ചരമം എന്നിവയുടെ വിവാഹത്തിന് പോലും പ്രസംഗമില്ലാതെ പറ്റുകയില്ല. ആടിനെ പട്ടിയാക്കാനും എലിയെ പുലിയാക്കാനും പ്രസംഗം കൊണ്ട് കഴിയും. പല അധികായന്മാരെയും ചെയ്യപ്പെട്ട നാടാണ് നമ്മുടെ കേരളം. ഈ അധികായൻ എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞിട്ട് നമ്മള് മഹാപുരുഷന്മാർ. അപ്പൊ അധികായൻ എന്നതിന്റെ വേർഡിന്റെ അർത്ഥം എങ്ങനെയാ? മഹാപുരുഷന്മാരല്ലേ? അങ്ങനെയല്ല, അധികായം എന്ന് പറഞ്ഞാൽ വളരെ വലിയ അതികായം. കായം എന്ന് പറഞ്ഞാൽ ശരീരം എന്നാണ് അർത്ഥം കേട്ടോ. വളരെ വലിയ ശരീരത്തോട് കൂടിയാളാണ് ആര് നല്ല നീണ്ട് നിവർന്ന് വരുന്നത്. അതേപോലെയുള്ള ആളെയാണ് അധികായന്മാരെന്ന് പറയുക. അപ്പൊ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? മഹാപുരുഷന്മാർ അല്ലേ? കേന്ദ്രമന്ത്രിയായിരുന്ന കൃഷ്ണമേനോൻ ഒരിക്കൽ ഐക്യരാഷ്ട്രസഭയിൽ ഉജ്ജ്വലമായ ഒരു പ്രസംഗം നടത്തി. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി തർക്കമായിരുന്ന വിഷയം. 8 മണിക്കൂറിലധികം നീണ്ടു നിന്ന വാഗ്ധോരണി സഭയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും നല്ല പ്രഭാഷണമായിരുന്നു. പ്രധാനമന്ത്രിയും പ്രസിഡന്റും ഒക്കെ ചില പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ അത് പരിഭാഷപ്പെട്ട ഭംഗി തന്നെ നശിപ്പിക്കാറുണ്ട്. എന്നാൽ അപൂർവം ചിലപ്പോൾ പ്രസംഗം നന്നായിട്ടുമുണ്ട്. ഒരിക്കൽ ജവഹർലാൽ നെഹ്റു കേരളത്തിൽ വന്ന സമയം കൊച്ചി അദ്ദേഹം ഒരു യോഗത്തിൽ പ്രസംഗിക്കുകയാണ്. പ്രസിദ്ധ ഇംഗ്ലീഷ് കവി കോളറിഡ്ജിന്റെ ഒരു കവിതാശകലം പരിഭാഷ തുള്ളി കുടിക്കാനില്ലത്രേ. വെള്ളം വെള്ള സർവത്തിൽ മിസ് ബാബു, ഞാൻ വായിക്കട്ടെ? വായിച്ചോ. നെഹ്റുവിന്റെ ഇംഗ്ലീഷ് പ്രസംഗം കേട്ട് മിണ്ടാതിരുന്ന കേൾവിക്കാർ ഈ പരിഭാഷ കേട്ടതോടെ കരഘോഷം മുഴക്കി. നെഹ്റു ആകെ അമ്പരന്നു. കാര്യം മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം പരിഭാഷകനെ അഭിനന്ദിക്കുകയും ചെയ്തു. ചരിത്രത്തിലെ ഏറ്റവും ചെറിയ പ്രസംഗമായി കണക്കാക്കപ്പെടുന്നത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന വിൻസ്റ്റൺ ചർച്ചിലിന്റെ ഒരു പ്രസംഗമാണ്. ബ്രിട്ടീഷ് പാർലമെന്റിൽ ആയിരക്കണക്കിന് പ്രസംഗങ്ങൾ കൊണ്ട് ലോകത്തിന്റെ ഭാഗധേയം തന്നെ മാറ്റിമറിച്ച ചർച്ചിന്റെ സഭയിൽ നിന്നുള്ള അവസാനത്തെ പ്രസംഗമായിരുന്നു അത്. ആ നേതാവിന്റെ അവസാനത്തെ വിടവാങ്ങൽ പ്രസംഗം കേൾക്കാൻ കേൾവിക്കാർ കാതു കൂർപ്പിച്ചിരുന്നു. കാതു പറഞ്ഞ എന്താ അർത്ഥം മക്കളെ? ചെവി കൂർപ്പിച്ചിരുന്നു. ചർച്ചിൽ എഴുന്നേറ്റു നീണ്ട പ്രസംഗങ്ങൾ നടത്തിയിട്ടുള്ള ആ ചുണ്ടിൽ നിന്ന് 3 വാക്കുകൾ പുറത്തു വന്നു. പ്രസംഗം അവസാനിച്ച് ചർച്ചിൽ തന്റെ സീറ്റിൽ പോയി. ഓക്കെ ഷോൺ വായിച്ചോ. പാഠം 7. പ്രസംഗം ഒരു കഥ തന്നെ. നല്ലവരായ റോമാക്കാരെ, മഹാനായ ബ്രൂട്ടസ് നിങ്ങളോട് പറഞ്ഞു, സീസർ അധികാരമോഹിയായിരുന്നെന്ന്. എന്നാൽ ഒന്ന് ചോദിക്കട്ടെ, ഈ ഞാൻ തന്നെ സീസറെ 3 വട്ടം കിരീടമണിക്കാൻ ശ്രമിച്ചത് നിങ്ങൾ കണ്ടതാണല്ലോ.
3 തവണയും അദ്ദേഹം അത് നിരസിച്ചു. അതാണോ അധികാരമോഹം? സുഹൃത്തുക്കളെ, അദ്ദേഹം നിങ്ങളെ സ്നേഹിച്ചു, മനസ്സ് തുറന്ന് സ്നേഹിച്ചു. നിങ്ങളും ഒരിക്കൽ ആ സ്നേഹം തിരിച്ചു നൽകി. വേണ്ട, ഞാൻ അദ്ദേഹത്തിന്റെ സ്നേഹത്തെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല. അത് സീസറെ കൊന്ന മഹാന്മാരോട് ചെയ്യുന്ന തെറ്റായിത്തീരും. മഹാനായ ജൂലിയസ് സീസറുടെ മൃതദേഹത്തിനടുത്ത് നിന്ന് മാർക്ക് ആന്റണി ചെയ്ത പ്രസംഗമാണിത്. അതുവരെ സീസറോടുള്ള പകയായിരുന്നു ജനങ്ങളുടെ മനസ്സ് നിറയെ. പക്ഷെ ആന്റണിയുടെ പ്രസംഗം അവരെ ഇളക്കി മറിച്ചു. സീസർ മഹാനാണ് എന്നാർത്ത് വിളിച്ചുകൊണ്ട് അവർ ബ്രൂട്ടസിനെയും കൂട്ടുകാരെയും പിടിക്കാൻ പാഞ്ഞു. പ്രസംഗത്തിന്റെ മാസ്മര ശക്തിക്ക് അടിമപ്പെടാത്ത മനുഷ്യരില്ല. എത്ര പ്രസംഗങ്ങളാണ് നാം നിത്യവും കേൾക്കുന്നത്. വാർഷിക യോഗം, ഉദ്ഘാടനം, തെരഞ്ഞെടുപ്പ്, ലോട്ടറി വിൽപ്പന, ചരമം, എന്തിന് വിവാഹത്തിന് പോലും പ്രസംഗമില്ലാതെ പറ്റുകയില്ല. ആടിനെ പട്ടിയാക്കാനും എലിയെ പുലിയാക്കാനും പ്രസംഗം കൊണ്ട് കഴിയും. പ്രസംഗ രംഗത്ത് പല അധികാരന്മാരെയും സംഭാവന ചെയ്തിട്ടുള്ള നാടാണ് നമ്മുടെ കേരളം. കേന്ദ്രമന്ത്രിയായിരുന്ന VK കൃഷ്ണമേനോൻ ഒരിക്കൽ ഐക്യരാഷ്ട്രസഭയിൽ ഉജ്ജ്വലമായ ഒരു പ്രസംഗം നടത്തി. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി തർക്കമായിരുന്നു വിഷയം. 8 മണിക്കൂറിലധികം നീണ്ടുനിന്ന ആ വാഗ്ധോരണി സഭയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും നല്ല പരിഭാഷണമായിരുന്നു. അടുത്ത ദിയക്ക് ക്ലിയർ ഉണ്ടോ? ദിയക്ക് കേൾക്കുന്നില്ലല്ലോ. ദിയ കേൾക്കുന്നില്ലേ? ദിയ ഷോണെന്നെ വായിച്ചു. ഷോണെ ബാക്കിയൂടി. പ്രധാനമന്ത്രിയും പ്രസിഡന്റും ഒക്കെ ചില വേളകളിൽ പ്രസംഗിക്കുമ്പോൾ അത് പരിഭാഷപ്പെടുത്താൻ ചിലരുണ്ടാവും. പലപ്പോഴും പരിഭാഷ പ്രസംഗത്തിന്റെ ഭംഗി തന്നെ നശിപ്പിക്കാറുമുണ്ട്. എന്നാൽ അപൂർവം ചിലപ്പോൾ പ്രസംഗത്തെക്കാൾ നന്നായിട്ടുമുണ്ട്. ഒരിക്കൽ ജവഹർലാൽ നെഹ്റു കേരളത്തിൽ വന്ന സമയം കൊച്ചിയിൽ അദ്ദേഹം ഒരു യോഗത്തിൽ പ്രസംഗിക്കുകയാണ്. പ്രസിദ്ധ ഇംഗ്ലീഷ് കവി കോളറിഡ്ജിന്റെ ഒരു കവിതാ ശകലം നെഹ്റു ഉദ്ധരിച്ചു. വാട്ടർ വാട്ടർ എവരിവെയർ ബട്ട് നോട്ട് ടു ഡ്രോപ്പ് ടു ഡ്രിങ്ക്. ഉടനെ പരിഭാഷ വന്നു. വെള്ളം വെള്ളം സർവത്ര, തുള്ളി കുടിക്കാനില്ലത്ര. നെഹ്റുവിന്റെ ഇംഗ്ലീഷ് പ്രസംഗം കേട്ട് മിണ്ടാതിരുന്ന കേൾവിക്കാർ ഈ പരിഭാഷ കേട്ടതോടെ കരഘോഷം മുഴക്കി. നെഹ്റു ആകെ അമ്പരന്നു. കാര്യം മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം പരിഭാഷകനെ അഭിനന്ദിക്കുകയും ചെയ്തു. ചരിത്രത്തിലെ ഏറ്റവും ചെറിയ പ്രസംഗമായി കണക്കാക്കപ്പെടുന്നത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന വിൻസ്റ്റൺ ചർച്ചിലിന്റെ ഒരു പ്രസംഗമാണ്. ബ്രിട്ടീഷ് അടുത്ത ദിവസത്തേക്ക് നിങ്ങൾ നല്ലപോലെ ഇത് വായിച്ചിട്ട് വരണേ. പിന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻസ് എഴുതിയെടുത്തോ? ഷീമോന്റെ വിരുന്നിന്റെ ക്വസ്റ്റ്യൻസ് എഴുതിയെടുത്തില്ലേ? എഴുതിയെടുക്കണം കേട്ടോ എല്ലാവരും. ഓക്കെ, ബൈ. ഷോൺ ബൈ.